തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ചിറ്റൂർ ഏരിയ കമ്മിറ്റി ധർണ നടത്തി. തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക, മുഴുവൻ കൂലിച്ചെലവും കേന്ദ്ര സർക്കാർ വഹിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ടി.എൻ. കണ്ടമുത്തൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ തൊഴിലാളികളുടെ എണ്ണം വയസ്സൊന്നും പറഞ്ഞിട്ടില്ല. ഇത് പടിപ്പടിയായി ഈ നിയമം ഇല്ലാതാക്കാൻ ഇപ്പൊ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ വയസ്സിൽ വ്യത്യാസം വരുത്തുന്നുണ്ട്. ഇപ്പൊ 60 വയസ്സ് കഴിഞ്ഞവരൊക്കെ അതിൽ പണിയെടുക്കുന്നുണ്ടല്ലേ, പെൻഷൻ വാങ്ങിക്കുന്നവർ പണിയെടുക്കുന്നു. ഇനി തുടർച്ചയായി പെൻഷൻ വാങ്ങിക്കുന്നവർ വേണ്ട, 60 വയസ്സ് കഴിഞ്ഞവർ വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പദ്ധതിയിലെ പണി ആളുകളെ തന്നെ ഇല്ലാണ്ടാക്കാനുള്ള പ്രവർത്തനവും കൂടി BJP ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. അപ്പൊ വനത്തിൽ എന്താ ഉണ്ടാകുക ചോദിച്ചാൽ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ വളരെ ചുരുക്കം ചില ആളുകളായി മാറും. ആ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ വന്ന പിന്നെ ഒന്നും ഈ പദ്ധതിയെ ഇല്ല എന്ന നിലയിലേക്ക് മാറ്റാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് ഈ പദ്ധതി തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് നമുക്ക് നിലനിർത്തണം. മനസ്സിലായില്ലേ? തൊഴിലുറപ്പ് പദ്ധതിയിൽ പറയുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തൊഴിൽ ദിനങ്ങളും അതുപോലെ തന്നെ കൂലിയും നമുക്ക് അതാത് സംസ്ഥാനത്തെ മിനിമം വേജ് അടിസ്ഥാനത്തിലുള്ള കൂലി നമുക്ക് ലഭിക്കത്തക്ക രീതിയിൽ ഇത് നിലനിർത്താൻ വേണ്ടി കഴിയണം. ഇതിനെ അട്ടിമറിക്കാൻ BJP ഗവൺമെന്റിനെ കൊണ്ടോ UDFന്റെ ഗവൺമെന്റിനെ കൊണ്ടോ അനുവദിക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ മുദ്രാവാക്യം. PG ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗമാർ ശിവപ്രകാശ്, S. രാജൻ, ഓമന, C. ബാലകൃഷ്ണൻ, M. സ്വാമിനാഥൻ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.